നമസ്കാരം. ഇന്ന് രാജ്മ കൊണ്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊക്കുവട എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. ഇത് ബോളായി കാണുന്നുണ്ടെങ്കിലും കൂടി വളരെ ടേസ്റ്റിയാണ്. അത് ക്രിസ്പിയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സ്റ്റാർട്ടറായിട്ടൊക്കെ കഴിക്കാൻ പറ്റും. രാജ്മ കൊണ്ട് സാധാരണ അങ്ങനെ ആരും ചെയ്യാത്തൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പൊക്കുവട ബെസ്റ്റായിട്ട് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് അത് ഉണ്ടാക്കുകയെന്ന് നോക്കാം. എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. രാജ്മ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കുവട എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. അതിനായിട്ട് 1 കപ്പ് രാജ്മ എടുത്തു. അത് നന്നായിട്ട് വേറൊരു പാത്രത്തിലിട്ട് നന്നായി കുതിരാനിടുക. കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം നന്നായി കഴുകുകയും വേണം. നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം കുതിരാൻ വയ്ക്കുക. കുതിർന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കഴുകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായി കുതിരാൻ വയ്ക്കുക. ഒരു 5 മണിക്കൂറെങ്കിലും കുതിരാനിടുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് സോഫ്റ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം കൂടി വയ്ക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് വേവിച്ച്, കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി വേവിച്ചെടുക്കും. എന്തോ ഒരു 8 വിസിലെങ്കിലും ഇട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് ടേസ്റ്റായിട്ട് കിട്ടില്ല. ഇതിൽ നിന്ന് ഒരു 3/4 കപ്പ് എടുത്തിട്ട് നമുക്ക് പൊക്കുവട ഉണ്ടാക്കാം. അരയും 1/4 കപ്പും. ഒരു 3/4 കപ്പ് എടുത്തിട്ട് നമുക്ക് പൊക്കുവട ഉണ്ടാക്കാം. അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി, പച്ചമുളകും ഒക്കെ അരിഞ്ഞു. ഇത് തണുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. നന്നായി പൊടിച്ചെടുത്തു. മിക്സിയിലിട്ട് പൊടിച്ചെടുത്ത് അധികം വെള്ളം ചേർക്കാതെ പൊടിച്ചെടുക്കണം. എന്നാലേ നമുക്കത് കുഴച്ചിട്ട് പൊക്കുവട ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഒരു വലിയ ഉള്ളി അരിഞ്ഞു വെച്ചതുണ്ട്. കുറച്ച് മല്ലിയില, പച്ചമുളക് എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയില, പച്ചമുളക്, ഉള്ളി എല്ലാം മിക്സ് ചെയ്യുക. ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി, കുറച്ചൊരു മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. നന്നായിട്ട് മിക്സ് ചെയ്യും. ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യിടുക. നെയ്യ് എപ്പോഴും ഇതിനൊക്കെ രാജ്മയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. 1 ടീസ്പൂൺ നെയ്യിടുക. അതിന് ശേഷം അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. നന്നായി വഴറ്റട്ടെ. നന്നായി വഴണ്ട് വന്നിട്ട് മണം പോയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മിക്സ് ചെയ്ത് വെച്ച രാജ്മ ഇതിലേക്ക് ചേർക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. വെറുതെ ഒന്നൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിടുക. അര ടീസ്പൂൺ മുളക് പൊടി ഇടുക. വളരെ കുറച്ച് മതി മുളക് പൊടി. അര ടീസ്പൂണിൽ ഇതിൽ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ആവട്ടെ. മിക്സായി കഴിഞ്ഞു. ഇനി നമുക്ക് കൈ കൊണ്ട് മിക്സാക്കിയിട്ട് പൊക്കുവട ഉണ്ടാക്കാം. എണ്ണ ചൂടായി. അതിലേക്ക് എല്ലാം മിക്സ് ചെയ്ത് അതിലേക്ക് ഒരു കുഞ്ഞു ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. വലിയ ഷേപ്പൊന്നും വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചൊന്ന് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അസാധ്യ ടേസ്റ്റാണ് കേട്ടോ അത്. കുഞ്ഞു ബോൾസായിട്ട് ഇട്ട് കൊടുക്കുക. പൊക്കുവട മാതിരി നമ്മൾ വെള്ളമാക്കിയിട്ടില്ല, വെള്ളമാക്കണ്ട. അത് വെള്ളമാക്കി കഴിഞ്ഞാൽ തീരെ ഒരു ഇതായിരിക്കും. ഇതിപ്പം ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്.
വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പൊക്കുവടയാണത്. എണ്ണ നിറയുന്നത്ര ഇട്ട് വെക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. അത് ആദ്യം ഹൈ ആക്കി വെച്ച് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യും. കൊണ്ടിരിക്കുകയാണ്. ഇത് സോഫ്റ്റ് പൊക്കോടയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പൊക്കോടയാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊക്കോടയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഒരു ബോൾസായി സൂക്ഷിച്ചിടാം, പൊട്ടാതെ. ഇത് വളരെ സോഫ്റ്റാണ്. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഒന്ന് വളരെ ക്രിസ്പി ആക്കണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. പക്ഷേ ഞാൻ ഈ രാജ്മേൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനത് ചെയ്തിട്ടില്ല. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പൊക്കോട റെഡി ആയിക്കൊണ്ടിരിക്കുക. ഈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ അധികം എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ മറിച്ച് ഇത് ഷാലോ ഫ്രൈ ആയിട്ടും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് പിന്നെ കുറച്ച് എണ്ണ കൂടുതൽ എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. അധികം എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് സിമ്മാക്കി വെച്ച് അങ്ങനെ വേവുന്ന വരെ ചെയ്യുക. വളരെ സ്ലോ ആയിട്ട് മാറ്റുക. കാരണം ഇത് വളരെ എളുപ്പം പൊട്ടിപ്പോവാതിരിക്കാനാണ് ഇങ്ങനെ. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ പൊക്കോട റെഡിയായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അത്രയ്ക്കും ടേസ്റ്റിയാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും അതേ അളവിൽ ചേർത്ത് നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ കുറച്ചും കൂടി ഒരു വല്ലാതെ ഹാർഡായിരിക്കണം, കുറച്ച് ചിലവർക്ക് ഇങ്ങനെ നല്ല ഹാർഡായിരിക്കണം എന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂണും കൂടി അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടിയോ അല്ലെങ്കിൽ അവിൽ പൊടിച്ചതോ ഒക്കെ ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടുതലായിട്ട് ചേർക്കാം. അത്രയേ ഉള്ളൂ. നോക്കൂ എത്ര ടേസ്റ്റിയാണ്. കണ്ടോ, സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വായിലിട്ടാൽ ഇത് ശരിക്കും ഒരു സ്റ്റാർട്ടേഴ്സൊക്കെ ആയിട്ട് പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ മസാല. നോക്കൂ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ സിമ്പിൾ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം.